നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന 3ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പം ഈ പാഠത്തിലൊക്കെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ്, അതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റിയും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. വാവ്, all of you have come early today. Very good. Seeing her friend Mitra came out of her house. ഒരു പെൺകുട്ടി മിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ധാരാളം ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഈ ആനിമൽസിനെ നമുക്ക് ആദ്യം തന്നെ കുട്ടികളോട് ചോദിക്കാം, ഏതൊക്കെയാണ് ആനിമൽസിനെ കാണുന്നത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഇൻട്രാക്ഷൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം അവിടെ ഒരു ചോദ്യമുണ്ട്. വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഏതൊക്കെ ജീവികളാണ് ആ പിക്ചറിലുള്ളത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കത് പിക്ചറിൽ തന്നെ കാണാൻ സാധിക്കും. ഏതൊക്കെയുണ്ട്? ഡോഗ്, ക്യാറ്റ്, ഹെൻ ആൻഡ് ചിക്സ്, റൂസ്റ്റർ, ബട്ടർഫ്ലൈ, സ്ക്വരൽ, വുഡ് പെക്കർ, പാരറ്റ്, ക്രോ, കിങ്ഫിഷർ, ഡോഗ്, ക്രോ, സ്പാരോ, ക്യാറ്റ്, ഗോട്ട്, പീജിയൻ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു ചോദ്യം അതിൽ കൊടുക്കുന്നുണ്ട്. ഏതാണ്? എമോങ് ദീസ് വിച്ച് ക്രീച്ചേഴ്സ് ഡു മിത്ര റൈസ്? ഇതിൽ ഇത്രയും ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആനിമൽസിനെയാണ് മിത്ര വളർത്തുന്നതെന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിലെന്തായിരിക്കും ആൻസർ വരിക? ആ പിക്ചറിലുള്ള എല്ലാ ആനിമൽസിനും മിത്രയ്ക്ക് വളർത്താൻ സാധിക്കില്ല. അതിനകത്ത് വളർത്താൻ പറ്റുന്ന കുറച്ച് ആനിമൽസ് ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഡോഗ്, ക്യാറ്റ്, ഹെന്ന് ആൻഡ് ചിക്സ്, റൂസ്റ്റർ, ഗോട്ട്, കാഫ് അല്ലേ. പിന്നെ വേണമെങ്കിൽ ഡോവ് എന്നൂടെ വേണമെങ്കിൽ പറയാം അല്ലേ. ഡോവ് നമ്മൾ പീജിയൻസിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻ റൈസ് ആസ് പെറ്റ്സ്? അതായത് പെറ്റായിട്ട് വളർത്തു മൃഗങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആനിമൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പെറ്റായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് മാത്രമല്ല, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ആനിമൽസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ പറയാം? ഡോഗ്, ക്യാറ്റ്, പാരറ്റ്, ലവ് ബേർഡ്സ്, അങ്ങനെ ധാരാളം പീജിയൻസ് ഉണ്ട്. അങ്ങനെ ധാരാളം ആനിമൽസാണ് നമ്മുടെ പെറ്റായിട്ട് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻട്രാക്ഷനിൽ കാണിക്കുന്നത്. നമുക്ക് ആ ചോദ്യം കുട്ടികൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത പേജിലേക്ക് പോവാം. വൈ ഡു വി റൈസ് ആനിമൽസ്? നമ്മൾ എന്തിനാണ് ആനിമൽസിനെയൊക്കെ വളർത്തുന്നതിനാണ്? അവിടെ എഴുതിയിട്ടുണ്ട് ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി. അറിയാം, നമുക്ക് പല ആവശ്യങ്ങളും നമുക്ക് ആനിമൽസിന് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫോർ ഇൻകം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ആ ടേബിളിൽ എന്താണ്? ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ്സ് അസ്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ബട്ട് അവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഗോട്ടും ഹെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആനിമൽസിനെ കൂട്ടി എഴുതി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ നമുക്ക് എഴുതാം. ഒന്ന് ഗോട്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, നമുക്കതിനെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാലിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹെന്നാണെങ്കിലോ ഫോർ എഗ്ഗ്, ഫോർ മീറ്റ് അല്ലെങ്കിൽ ഫ്ലഷ്. ഓക്കെ, അത് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെയാണ്. കൗ ആണെങ്കിലോ ഫോർ മിൽക്ക്, ഫോർ ഡങ്, അതായത് പാലിന് വേണ്ടിയും ചാണകത്തിന് വേണ്ടിയിട്ടും. ലവ് ബേർഡ്സ് ആണെങ്കിലോ ആസ് പെറ്റ്സ്, ഫോർ ഇൻകം, അല്ലെങ്കിൽ വേറെ എന്ത് പറയാം? ക്യൂരിയോസിറ്റിക്കും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അടുത്ത ഡോഗ് ആണെങ്കിലോ ഫോർ സേഫ്റ്റി, ഫോർ ഇൻകം, അതുപോലെ തന്നെ ഫോർ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമുക്കതിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ പഠിക്കാനുള്ളത്. തൊട്ട് താഴെ നമുക്കൊരു ചെറിയൊരു റെഡ് കളറിലുള്ള ഒരു കോളം കണ്ടു. എന്നാണ് എഴുതിക്കുന്നത്? മെയിനായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കേണ്ട ഒരു പോയിൻ്റാണ്. വി റൈസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. Milk, egg and meat of some animals are used as food. We keep some other animals for pleasure. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്. ഇത് കുട്ടികളോട് പഠിക്കാൻ വേണ്ടി പറയണം. അത് അവിടെ മെയിൻ ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ ആനിമൽസിനെ വളർത്തുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ബെനിഫിറ്റാണ് ഈ പറയുന്നത്. അത് കുട്ടികൾക്ക് നോട്ടിൽ എഴുതി ഇതിൻ്റെ ഡെഫിനേഷൻ പോലെ ചെറിയ ഡെഫിനേഷനാണ്, അത് പഠിക്കാൻ വേണ്ടി പറയാം. തൊട്ട് താഴെ മെനി ക്രീച്ചേഴ്സ് എന്ന് ഒരു
കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു കോളം കണ്ടു. അവിടെ ധാരാളം ആനിമൽസിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണെന്ന് കുട്ടികളോട് ചോദിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് എഴുതി കൊടുക്കാം. എന്താണ്? ഒന്ന് ഫസ്റ്റ് എല്ലാവർക്കും അറിയാം ലിസാർഡ്, സെക്കൻഡ് സ്നെയില്, തേർഡ് ആൻഡ്, ഫോർത്ത് ഗ്രേറ്റ് കൊക്കൽ, ഓക്കെ, ഫിഫ്ത്ത് എന്താണ് സെൻറ്റിപ്പീഡ്, സിക്സ്ത് ബാറ്റ്, മൊങ്കൂസ്, മില്ലിപ്പേഡ്. ഓക്കെ, ഇത്രയും ആനിമൽസിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് കുട്ടികൾക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസിൻ്റെ പേരുകളൊക്കെ ചോദിക്കാം. അടുത്ത നമുക്ക് 24 പോവാം. ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ആർ ദെയർ എനി ഡൊമസ്റ്റിക് ആനിമൽസ് എമോങ് അസ്? ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആനിമൽസിനെ കുറിച്ച് കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ ലിസാർഡ്, സ്നെയില്, ആൻഡ് അങ്ങനെ തുടങ്ങി കുറേ ക്രീച്ചേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അത് ആ ടൈപ്പിൽ അതിനകത്ത് ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ഉണ്ടോ? ഇല്ല അല്ലേ. അതിനകത്ത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയുള്ള സറൗണ്ടിങ്സ് ഉള്ള ആനിമൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് കുട്ടികളോട് കൂടുതൽ ആനിമൽസിനെ കണ്ടുപിടിച്ചിട്ട് വരാനൊക്കെ പറയുക. നമ്മുടെ ഒബ്സർവേഷനാണ് മെയിനായിട്ട്. നമുക്ക് EVS പരിസര പഠനത്തിൽ മെയിനായിട്ട് വേണ്ടത് ഒബ്സർവേഷനാണ് അല്ലേ. നെക്സ്റ്റ് നമുക്കെന്താ കാണാം? ഒരു ചെറിയൊരു പ്ലേ ഗെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടൈനി വൺസ് ആൻഡ് ജെയിൻസ്. ഓക്കെ, മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രീച്ചേഴ്സ്? ഇറ്റ് ബിക്കം എ കോൺടെസ്റ്റ്. ഗ്രാസ്കോപ്പർ, ഫയർഫ്ലൈ, chameleon, beetle, cow. They did not forget to draw the pictures of creatures. Okay, നിങ്ങളവിടെ ഒരു കുട്ടികളോട് ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ വരച്ചേക്കുന്നത് കാണാം അല്ലേ. അവരൊരു ചെറിയ ഗെയിം കളിക്കുകയാണ്. കൂടുതൽ ആനിമൽസിൻ്റെയൊക്കെ പേരുകൾ കണ്ടുപിടിച്ച് നമുക്ക് കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ അതുപോലെ തന്നെ കുട്ടികളോട് കൂടുതൽ ആനിമൽസിൻ്റെയൊക്കെ പേര് അവർ തന്നെ പറയാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. അവർ പറയും. കുട്ടികളുടെ അടുത്ത് തന്നെ പരമാവധി പേരുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കൊരു ഗെയിം കളിക്കാം. അതായത് ഇവർക്ക് കൂടുതലും ആനിമൽസിനെ നമുക്ക് പ്രത്യേകതകൾ, ഫീച്ചേഴ്സൊക്കെ അറിയാം, സ്പെഷ്യാലിറ്റിയൊക്കെ അറിയാം, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവരോട് അഭിനയിച്ച് കാണിക്കാനൊക്കെ പറയാം അല്ലേ. അതിൻ്റെ സൗണ്ട്, മൂവ്മെൻറ്റ്, അതായത് ഇത് കാണിച്ചിട്ട് അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം. ഒരു കുട്ടീനെ വിളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഏതെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുക ഒരു ആനിമലിൻ്റെ. അപ്പോൾ അത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ കൂടെ അതിൽ ചെയ്യാം. എന്നിട്ട് അവരോട് പറയുക അതിന് ഒരു കളറൊക്കെ അടിച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. അടുത്തൊരു 25 ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്? അപ്പോൾ അതിന് നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും ചെറിയ ഏതാണ്? നിങ്ങളുടെ എഴുതി അവർ കണ്ടുപിടിച്ച ലിസ്റ്റിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും ചോദിക്കാം. അവർ പറയും ദ ലാർജസ്റ്റ്. നമുക്ക് അറിയാവുന്ന ആനിമൽസിൻ്റെ ഉള്ള കളക്ഷനിൽ നിന്നാണ് നമ്മൾ ബിഗ്ഗസ്റ്റും ലാർജസ്റ്റും പറയുക അല്ലേ. അപ്പം നമ്മൾ ഇനി അടുത്തത് നമുക്കൊരു സറൗണ്ടിങ്സിൽ ചെറിയൊരു ഫീൽഡ് ട്രിപ്പ് അല്ല, ചെറിയൊരു സറൗണ്ടിങ്സിൽ പോയിട്ട് നമുക്ക് എൻവയൺമെൻറ്റ് കാണിച്ചു കൊടുക്കുക. നമ്മൾ സോയിലിൽ നിന്നും ധാരാളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസിനെ, നമുക്ക് ടൈനി ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലും ഇലയുടെ സൈഡുകളിലും അവിടെയൊക്കെ നമുക്ക് ധാരാളം ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അത് നമുക്ക് കുട്ടികളടുത്തൊരു ചെറിയൊരു അവരെ സറൗണ്ടിങ്സ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് അവരോട് എഴുതാൻ പറയാം. വെയർ ഷാൽ വി ഒബ്സർവ്? എവിടെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? നമുക്ക് ഇൻ ദ സോയിൽ, ഇൻ ദ പ്ലാന്റ്സ്, ഇൻ ദ ഫീൽഡ്സ്, നിയർ ദ പോണ്ട്, ഇൻ ദ ട്രീസ്. അപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെറിയ ക്രീച്ചേഴ്സിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും നിരീക്ഷിക്കാൻ വേണ്ടി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആനിമൽസിൻ്റെയൊക്കെ പേരുകൾ കണ്ടുപിടിച്ച നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി പറയുക. അടുത്തൊരു ആക്ടിവിറ്റി പേജ് നമ്പർ 26 അടുത്തൊരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് ഫിംഗർ ഡ്രോയിങ്സ് ആണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. They are drawn by dipping fingers in ink and imprinting the same on paper. Draw more pictures like this. അപ്പോൾ ഇതിൽ നമുക്ക് വിരലിൽ പേനയുടെ ഇങ്ക് പുരട്ടിയിട്ട് നമുക്കിങ്ങനെ ഓരോ ഫിംഗർ പതിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആനിമൽസിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചിത്രമൊക്കെ വരയ്ക്കാനുള്ള ആക്ടിവിറ്റി, അതുകൊണ്ട് അവർ അതിൽ വേഗം ചെയ്തുകൊള്ളും. ഓക്കെ, നമുക്ക് ഈ അടുത്ത ആക്ടിവിറ്റി നോക്കാം. എന്താണ്? വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. Identify the animals by observing the body parts in the picture.
അവിടെ ബോഡിയുടെ ഓരോ പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെഗ് ആയിരിക്കും, ഒന്നെങ്കിൽ ഫെതേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് അതിൻ്റെ ബോഡിയുടെ ഒരു സ്പോട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലെഗ്, അങ്ങനെ പല സെക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആനിമൽസ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും? ഫസ്റ്റ് വൺ എലിഫൻറ്റ്, സെക്കൻഡ് പീകോക്ക്, തേർഡ് സീബ്ര, ഫോർത്ത് വൺ ഡക്ക്. ഓക്കെ, ഹൗ ഡു ദീസ് ആനിമൽ ഡിഫർ? എങ്ങനെയായിരിക്കും ആനിമൽസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും? ഏതൊക്കെ രീതിയിലായിരിക്കും? കളർ, സ്പോട്സ്, സ്ട്രിപ്സ്, ഹോൺസ്, ഹൂഫ്സ്, നെയിൽസ്, സൈസ്, ഷേപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ആനിമൽസ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ. പല പല കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ കളറായിരിക്കും, അതിൻ്റെ സൈസായിരിക്കും, അതിൻ്റെ നെയിലുണ്ടാകുന്ന വ്യത്യാസമായിരിക്കും, അതിൻ്റെ സ്ട്രിപ്സ് ആയിരിക്കും, അതിൻ്റെ സ്പോട്സ് ആയിരിക്കും. സ്പോട്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കുത്തുകൾ, പുള്ളികൾ. നമുക്കിപ്പം ടൈഗറിൻ്റെ ഒരു വരകൾ കാണാം അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതുപോലെ തന്നെ വേറെ ഇപ്പോൾ പുള്ളിപ്പുള്ളിയിൽ എന്തായിരിക്കും? അതിൻ്റെ കുത്തായിരിക്കും, കുത്തായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും അതിൻ്റെ ഡിസൈനിൽ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആനിമൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതിൽ മെയിനായിട്ടൊരു പോയിന്റ് എഴുതിയിരിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ എവറി creature is different in shape, size, color, horns, nails, spots, strips, etc. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ആനിമൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത പേജ് സീ ക്രീച്ചേഴ്സ് എന്നുള്ള ഒരു സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം. We know that there are many kinds of fishes in the sea. Sea is the habitat not only to the fishes but also to many other creatures. There are more creatures in the sea than on land. Which sea animals do you know? Discuss with your friends and write them. See the pictures of some of the sea creatures. അപ്പോൾ സീയിൽ, കടലിൽ ധാരാളം ആനിമൽസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫിഷ് മാത്രം, നമ്മൾ വിചാരിക്കും ഫിഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വലിയൊരു വേൾഡാണ്. നമ്മുടെ ലാൻഡിൽ പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആനിമൽസ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അവിടെ കടൽ, സീ. അപ്പോൾ അവിടെ ഉള്ള ആനിമൽസിൻ്റെ 4 ആനിമൽസിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീ ഹോഴ്സ്, സീ ഹെഡ് ഗോച്ച്, സീ കുക്കുംബർ, സീ കൗ. ഇതിൽ ഈ 4 ആനിമൽസ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ സീ ഹോഴ്സ് നമ്മൾ പരിചയപ്പെട്ടില്ല, സീ ഹെഡ് ഹോഗ് കണ്ടിട്ടില്ല, സീ കുക്കുംബർ കണ്ടിട്ടില്ല, സീ കൗ അല്ലേ. ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് തൊട്ട് താഴെ ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് creature on earth lives in the sea. They are not from the family of fish. Blue whales give birth to their offsprings. അതായത് ബ്ലൂ വെയിലിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എർത്തിലെ ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ എർത്ത് ഈസ് ബ്ലൂ വെയിൽ. ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത് അത് ബ്ലൂ വെയിലാണ്. അത് നമ്മൾ സാധാരണ 2 തരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ന് പറയാം എലിഫൻറ്റ്. ബട്ട് ഭൂമിയിലെ എർത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ക്രീച്ചർ ഓൺ എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് ലീവ്സ് ഇൻ ദ സീ, ഇറ്റ് നെയിം ഈസ് ബ്ലൂ വെയിൽ അല്ലേ. അത് ഫിഷിൻ്റെ ഫാമിലി അല്ല, അത് ബ്ലൂ വെയിൽ ആണ്. അതൊരു വേറൊരു ക്രീച്ചറാണ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്, പല തരത്തിലുള്ള ചലനങ്ങൾ, മൂവ്മെൻറ്റുകൾ അല്ലേ. നമുക്കറിയാം ഓരോ ആനിമൽസിനും അതിൻ്റേതായ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓരോ ആളുകൾ നടക്കുന്നതാണെങ്കിൽ പോലും ഓരോ രീതിയിലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു ഫ്രോഗ് പോകുന്ന പോലെ ആയിരിക്കുമില്ല അടുത്ത ആനിമൽസിൻ്റേത് അല്ലെ, സഞ്ചാരമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ നടന്ന് വാക്കിംഗ് ഉണ്ടാകും, ക്രൗളിംഗ് ഉണ്ടാവും, ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് ഉണ്ടാവും, സ്വിമ്മിങ് ക്രീച്ചേഴ്സ് ഉണ്ടാവും, ജമ്പിങ് ക്രീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ് നമ്മളുടെ ഇടയിൽ തന്നെ അങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആനിമൽസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തിനകത്ത് വാക്കിംഗ് ക്രീച്ചേഴ്സ് ഉള്ളതാണ്. പിന്നെ അതിൽ തൊട്ടടുത്തതിനകത്ത് ഹെഡിങ് കൊടുത്തിട്ടില്ല, പക്ഷേ സ്നേക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നതിന് ആൻസറായിട്ട്. അപ്പോൾ എന്തായിരിക്കും സ്നേക്ക് ഏത് ടൈപ്പ് ഓഫ് ആനിമൽസ് ആയിരിക്കും അതിനകത്ത് വരിക? ക്രൗളിംഗ് ക്രീച്ചേഴ്സാണ് അല്ലേ. സ്നേക്ക് ഇഴയുന്ന ജീവിയാണ്. അടുത്തത് ഏതായിരിക്കും? ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് അല്ലേ. ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പറക്കുന്ന ജീവികൾ. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വൺ സ്വിമ്മിങ്, അതായത് നീന്തുന്ന ജീവികൾ. അങ്ങനെയുള്ള ജീവികളുടെ ഒക്കെ പേര് കണ്ടുപിടിച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ആൻസർ നോക്കിയിട്ട് കുട്ടികളോട് ചോദിക്കുക, കണ്ടുപിടിക്കാൻ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത
ആക്ടിവിറ്റിയിലേക്ക് പോകാം. നമുക്കിനി പേജ് നമ്പർ 28 പോകാം. 28 നമുക്ക് കാണാൻ സാധിക്കും ബോഡി ഫീച്ചേഴ്സ് മൂവ്മെൻറ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ആക്ടിവിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹോഴ്സ് ആണ് അല്ലേ, കുതിര. അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്താണ്? 4 legs that bend backwards, പുറകിലേക്ക് മടങ്ങിയിരിക്കുന്ന 4 കാലുകളുണ്ട് അല്ലേ. പിന്നെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? വാക്ക് ആൻഡ് റൺ ആൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്രീച്ചർ ഏതാണ്? സ്നേക്ക് എങ്ങനെയായിരിക്കും? അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്താണ്? നോ ലെഗ്സ്, അതിന് കാലുകളില്ല. ദ എൻറ്റയർ ബോഡി പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്, അതിന് മുഴുവൻ ശരീരഭാഗമാണ് അതിന് മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ക്രൗൾ, അതിന് ഇഴഞ്ഞാണ് അതിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നത് അല്ലേ. അപ്പോൾ അടുത്ത റീച്ചർ നോക്കിയേ, പീജിയൻ അല്ലേ. പീജിയൻ പ്രാവ് എങ്ങനെയാണ് പോകുന്നത്? ഇറ്റ് ഹാസ് എ ലെഗ് ആൻഡ് വിങ്സ്, അതിന് ചിറകുകളും കാലുകളും ഉണ്ട്. അതെങ്ങനെയൊക്കെ ആയിരിക്കും അതിന് മൂവ്മെൻറ്റ്? ഫ്ലൈ ആൻഡ് വാക്ക്, നടന്നു പോകുന്നത് കാണാം, ഇടയ്ക്കൊക്കെ നടക്കുന്നത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലൈ, അത് പറക്കാൻ കഴിയുള്ളതാണ് അല്ലേ. അടുത്ത് ഫിഷ്, ബോത്ത് എൻഡ്സ് പോയിന്റഡ് ബോഡി, വിങ്സ് ഓൺ സൈഡ്സ് ആൻഡ് ടെയിൽ. അപ്പോൾ അതിൻ്റെ ശരീരം എങ്ങനെയാണ്? കൂർത്ത ആകൃതിയിലുള്ള ശരീരമാണ്, രണ്ടറ്റത്തും കൂർത്ത ആകൃതിയിലുള്ള ശരീരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ചെകിള എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ മുകളിൽ ചെറിയ ചെകിളയുടെ ഒക്കെ തൊട്ടപ്പം മുകളിലായിട്ടൊരു ചെറിയൊരു ഫിന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ കുറേ ടെയില്, അപ്പോൾ അതിൻ്റെ സൈഡുകളിൽ ടെയിലുകളുണ്ട്, അത് ടെയിൽ പോലെ തോന്നുന്നതാണ് അല്ലേ. ഫിഷിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിന് പറ്റുന്നൊരു വേറൊരു ഇതാണ്, അതിന് നീന്താൻ കഴിയും. സ്വിം ആണ് അതിൻ്റെ മൂവ്മെൻറ്റ്. സാധാരണ ഫ്ലൈ ചെയ്യാൻ കഴിയില്ല, ക്രൗൾ ചെയ്യാൻ കഴിയില്ല, വാക്ക് ചെയ്യാൻ കഴിയില്ല. ഫിഷിന് പറ്റുന്ന മൂവ്മെൻറ്റ് സ്വിം ആണ്. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡക്കിൻ്റെ മൂവ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആർ ദെയർ ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ, ഫൈൻഡ് ദം ഔട്ട്. അതായത് പല തരത്തിൽ മൂവ്മെൻറ്റ് ചെയ്യുന്ന ആനിമൽസിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡക്കിനെയാണ് മെയിനായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാൻ കഴിയുന്നത്. ഡക്ക് എന്ത് ചെയ്യും? സ്വിം ചെയ്യും, നടക്കും ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അതിന് ഏകദേശം വിങ്സ് ഉണ്ട്, ചെറുതായിട്ടൊക്കെ രീതിയിൽ അത് ഇങ്ങനെ പറക്കാനൊക്കെ പോലെ അതിന് പറ്റുന്ന രീതിയിൽ ഉള്ള വിങ്സ് ഉണ്ട്. പക്ഷെ പറക്കില്ല, അങ്ങനെ പറക്കാൻ അധികം സാധിക്കില്ല. ജസ്റ്റ് ഒന്ന് ഒരു ചാട്ടം ചാടിയ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാൽ അങ്ങനെ പറക്കില്ല. പിന്നെ അതിന് വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് വാക്ക് ചെയ്യാൻ സാധിക്കും, നടന്നു പോകുന്നത് കാണാം. അപ്പം നടന്നു പോകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അല്ലേ. ആർ ദെയർ ക്രീച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈച്ച് ക്രീച്ചേഴ്സ് ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. അപ്പോൾ ഓരോ ആനിമൽസിനും അവയുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വരുന്നത്? അവരുടെ മൂവ്മെൻറ്റ് ബേസ് ചെയ്യുന്നത് അവരുടെ ബോഡിയും ആ എൻവയോൺമെൻറ്റ്, അവർ ജീവിക്കുന്ന ആ എൻവയോൺമെൻറ്റിനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ജീവികൾക്കും അവർക്ക് പറക്കണമെങ്കിലോ അല്ലെങ്കിൽ നടക്കണമെങ്കിലോ ഇങ്ങനെ അത് ഓരോന്നും അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും അവർക്ക് ഇത് രൂപപ്പെട്ട് വരുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കുട്ടികളോട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയണം. നെക്സ്റ്റ് പേജ് നമ്പർ 29, ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ഐ ലൈക്ക് സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പം അവിടെ നമ്മുടെ ഒരു 2 ക്രീച്ചേഴ്സാണ് പറയുന്നത്. അവർ രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ഈ ആനിമൽസ് നമ്മളും കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്കറിയാം അല്ലേ, നമുക്കറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ ഓരോ ക്രീച്ചേഴ്സിന് അവരുടേതായ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഓരോ ക്രീച്ചേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ജീവികൾ ഏതൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾ തന്നെ കുറച്ച് കണ്ടുപിടിക്കുക, ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ ക്രോ ഉണ്ട്, കൗ ഉണ്ട്, എലിഫന്റ്, സ്ക്വരൽ, ഹെൻ, ഈഗിൾ, കിങ് ഫിഷർ, ഫ്രോഗ്, ഡിയർ, ടൈഗർ. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ ആൻസറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. വിച്ച് എമൗങ് ദ ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതായത് ചെടികളുടെ ഭാഗങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവികളുടെ ഏതൊക്കെയാണ്? ഗോട്ട്, ഡിയർ, കൗ, എലിഫന്റ്, അങ്ങനെയുള്ള ജീവികളൊക്കെ ഈ ഒള്ളി, ഇത് എന്താണ്, സസ്യങ്ങൾ മാത്രം കഴിക്കുക. ഓക്കെ, ഒള്ളി ഈറ്റ് ദ പാർട്സ് ഓഫ് പ്ലാന്റ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്. ഇറച്ചി മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഈഗിൾ, കിങ് ഫിഷർ, ടൈഗർ, അപ്പം അല്ലെങ്കിൽ ലയൺ, അങ്ങനെയുള്ള കുറേ ആനിമൽസ് എന്തുണ്ട്, മീറ്റ് മാത്രം കഴിക്കും. അടുത്തൊരു 3ാമതൊരു ചോദ്യങ്ങളുണ്ട്. വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്.
അത് രണ്ടും ഇറച്ചിയും രണ്ട് പ്ലാന്റ്സും കഴിക്കണം, ഇറച്ചിയും കഴിക്കണം. അങ്ങനെയുള്ള ആനിമൽസ് ഏതൊക്കെയാണ്? ഹെൻ, ക്രോ, സ്ക്വിരൽ. അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ മിക്സ് ആയിട്ട് കഴിക്കുന്നതാണ്. അത് കുറച്ചൊക്കെ ചെറിയ പ്രാണികളെ പിടിച്ച് തിന്നുകയും ചെറിയ ചെറിയ സസ്യങ്ങളുടെ ഇലകളൊക്കെ തിന്നുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ജീവികളാണ് ഈ പറയുന്ന 3 അപ്പം അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത്. എന്ത്? ഇതിനൊരു പ്രത്യേകതയുണ്ട്. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി plant parts are called herbivores. The creatures which eat only meat are called carnivores. Omnivores are creatures that eat both plant and meat. അപ്പോൾ ഇതിനെ പ്രത്യേകത എന്താണ്? ഇതിൽ ഇറച്ചി മാത്രം കഴിക്കുന്നവരെ എന്താ പേര് പറയുക? കാർണിവേഴ്സസ്. അതായത് ഇറച്ചി മാത്രം കഴിക്കുന്നവരാണ് മാംസഭുക്കുകൾ എന്ന് പറയാം മലയാളത്തിൽ. The creatures which eat only plant parts are called herbivores. സസ്യബുക്കുകളിൽ നിന്നാണ് ആരെ വിളിക്കുക? സസ്യങ്ങളുടെ ഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവരാണ് സസ്യബുക്കുകൾ എന്ന് വിളിക്കുക. Omnivores are creatures that eat both plants and meat. അതായത് ഒമ്നിവേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രത്യേകത? അവര് സസ്യങ്ങളും പ്ലാന്റ്സും ഒരുമിച്ച് കഴിക്കുന്നത് മിക്സ് ആയിട്ട്, അതായത് മിശ്ര ബുക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഒമ്നിവേഴ്സസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റിയിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? അതിൽ നമ്മളുടെ ചെയ്യുക, നിങ്ങൾ ആക്ടിവിറ്റി നോക്കിയിട്ട് ചെയ്യുക. അതിൽ റെഡ് കളർ ഹെർബിവേഴ്സസ് എന്നുള്ള ആനിമൽസിന് കൊടുക്കേണ്ടതാണ്. അതവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കവ്, ഡിയർ, ബീസ്, ബഫലോ, ബട്ടർഫ്ലൈ, റാറ്റ്. ഓക്കെ, ഒമിനിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹെൻ, ഫ്രോഗ്. കാർണിവേഴ്സോ? ടൈഗർ, ലിസാർഡ്. അപ്പം അങ്ങനെ അതിൻ്റെതായ പ്രത്യേകതകളൊക്കെയുള്ള ജീവികളെയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ആനിമൽസിനെ ഉൾപ്പെടുത്തിയിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുട്ടികളോട് എഴുതാൻ പറയണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അവർക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ. ഹെർബിവേഴ്സസ്, കാർണിവേഴ്സസ്, ഒമിനിവേഴ്സസ്, അതിനെ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് ഇപ്പോൾ പേജ് നമ്പർ 31 ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഹെൽപ്പ് ദം to catch the prey and eat it. How? അപ്പോൾ ഇതിൽ ഓരോ ആനിമൽസും അവരെങ്ങനെയാണ് ആഹാരം കഴിക്കുക, അവരെങ്ങനെയാണ് ഇരയെ പിടിക്കുക, അത് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഡക്ക്, ഈഗിൾ, ഫ്രോഗ്, ലയൺ. അപ്പം നമുക്കറിയാം ഓരോ ആനിമൽസിനും നമുക്ക് അവർ ചെയ്യുന്ന രീതികളുണ്ടാവും അല്ലേ, അവരിരയെ പിടിക്കുന്നതിനും അല്ലേ. നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, അതിന് ഈഗിൾ എങ്ങനെയായിരിക്കും അവരുടെ ചെയ്യുക? Their strong and wide wings are help to fly high. അപ്പം ഉയരത്തിൽ പറക്കാൻ വേണ്ടി സഹായിക്കും. അവരുടെ ചിറകുകൾ നല്ല വലിയ വീതിയുള്ള ചിറകുകളുണ്ട്, അവർക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കും. പിന്നെ എക്സലന്റ് ഐസൈറ്റ് ഹെൽപ്സ് ടു സ്പോട്ട് ദ പ്രേ ഫ്രം ദ ഗ്രേറ്റ് ഹൈറ്റ്. ഉയരത്തിൽ നിന്ന് അവർക്ക് ഇരകളെ കണ്ടുപിടിക്കാൻ സാധിക്കും. ദ സ്ട്രോങ് ആൻഡ് കർവ്ഡ് ബീക്ക് ഹെൽപ്പ് ടു carve and tearing the flesh the prey. അപ്പോൾ ഈഗിളിന് എന്ത് പ്രത്യേകത എന്താണ്? അവർക്ക് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക് കൊണ്ട് ഇരേനെ വേഗം അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് വലിച്ച് കീറി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡക്കിനോ അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. ലയൺ, ഫ്രോഗ്, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവയുടെ ഓരോ ബോഡി പാർട്സ് എങ്ങനെയൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്, നമുക്കറിയാം ഓരോ ലൈഫ്, അതിൽ പേജ് നമ്പർ 31 ലാസ്റ്റ് ഉണ്ട്. മെനി ഫോംസ് വൺ ലൈഫ്. പല രൂപത്തിൽ പല രീതിയിൽ വളർന്നിട്ട് ഒരു ജീവിതമാണെന്നതാണ് നമുക്ക് ബട്ടർഫ്ലൈയുടെ ഒരു കഥ അറിയാം അല്ലേ. ബട്ടർഫ്ലൈ എങ്ങനെയാണ്? അത് ബട്ടർഫ്ലൈ എഗ്ഗ് ഇട്ടിട്ട് എന്ത് ചെയ്യും? അത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈഫിലൂടെയാണ് അവർ കടന്നു വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ബട്ടർഫ്ലൈ ആവുന്നത് അല്ലേ. അത് നമുക്ക് എല്ലാവരും പഠിക്കുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നമുക്ക് നോക്കാം. പേജ് നമ്പർ 32 നമുക്ക് നോക്കാം എന്താണ് ദീസ് എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. അപ്പോൾ അവർ സ്കൂളിൻ്റെ ഒരു സൈഡിൽ നിന്ന് അവർക്കൊരു ബട്ടർഫ്ലൈയുടെ എഗ്ഗ് കിട്ടി. അതിൻ്റെ സ്റ്റേജസ് ഒക്കെ നോക്കാം. എന്താണ്? എഗ്ഗ്, നെക്സ്റ്റ് ലാർവ, നെക്സ്റ്റ് പ്യൂപ്പ, ലാസ്റ്റ് ബട്ടർഫ്ലൈ. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുക. കുട്ടികളോട് അവരുടെ അടുത്തുള്ള ഇതുപോലെ ബട്ടർഫ്ലൈയുടെ ഇതുപോലെ എഗ്ഗൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്നുകിൽ സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക. അതിൻ്റെ ഓരോ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ, തൊട്ട് താഴെ ഒരു ബട്ടർഫ്ലൈ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കാവുന്നതാണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 34 എടുക്കാം. 34 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ്. അതിനെ ഗരുഡ ശലഭം എന്നാണ് വിളിക്കുക. സദേൺ ബേർഡ് വിങ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. രത്നനീലി എന്നാണ് അതിന് മലയാളത്തിലെ പേര്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗ്രാസ് ജുവൽ എന്നാണ്. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീക്കോക്ക്. എന്താണ് കേരളത്തിലെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗിക ശലഭം ഏതാണ്? മലബാർ ബാൻഡഡ് പീക്കോക്കാണ്. ബുദ്ധമയൂരി എന്നാണ് അതിനെ വിളിക്കുന്ന പേര്, അല്ലേ? ധാരാളം ലോട്ട് ഓഫ് ബട്ടർഫ്ലൈസ് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഓക്കെ, അത് ആ പിക്ചറിൽ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യുക? ആൽബം ഒക്കെ ഉണ്ടാക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ലാസ്റ്റ് 35 നെക്സ്റ്റ് 35 ആണ്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് അസ്? എത്ര തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ആർ അറൗണ്ട് അസ്? വേർ ദേ ലീവ്. എവിടെയൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് എന്താണ് ബട്ടർഫ്ലൈസ് ജീവിക്കുക? ഫീൽഡിൽ ജീവിക്കും, പോണ്ട്, ഫോറസ്റ്റ്, റിവർ, ട്രീ, ഗ്രൂവ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിലാണ് ഇത് ജീവിക്കുക, ഈ ബട്ടർഫ്ലൈസൊക്കെ. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് അതവിടെ എഴുതി വെക്കാം. വാട്ട് ക്യാൻ വി ഡു പ്രൊട്ടക്ട് സറൗണ്ടിങ്സ് വേർ ദീസ് ക്രീച്ചേഴ്സ് ലീവ്? അപ്പം ഇതിന് പല രീതിയിൽ വംശനാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് പല രീതിയിൽ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. നമുക്ക് എന്തൊക്കെ ചെയ്താലായിരിക്കും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വാട്ട് ക്യാൻ വി ഡു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രീച്ചേഴ്സ് ലീവ്? പ്രൊട്ടക്ട് സാങ്ച്വറീസ് ലൈക്ക് പോണ്ട്സ്, ഫോറസ്റ്റ്, റിവേഴ്സ്. പിന്നെ നെക്സ്റ്റ്, ഡു നോട്ട് ത്രോ വേസ്റ്റ്, അവോയ്ഡ് യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്, use of chemical fertilizers should be controlled, water bodies should be protected from the pollution, do not encroach on living creatures habitats. ഈ രീതിയിലൊക്കെ അതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് ഒരു തുടർ പ്രവർത്തനങ്ങളുണ്ട്. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ലൈക്ക് ക്യാറ്റ് ആൻഡ് ഡോഗ് ആൻഡ് റോട്ട് ദം ഇൻ എ ടേബിൾ, ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. അതിൽ നമുക്ക് ക്യാറ്റിനെയും ഗോട്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാവുന്നതാണ്. ക്യാറ്റിൻ്റെ ഗോട്ടിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പാഠത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് ക്യാറ്റിൽ എഴുതിയിട്ട് ഈറ്റ്സ് മീറ്റ്, ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. പിന്നെ അതിൻ്റെ എന്തായിരിക്കും? അത് കാർണിവേഴ്സ് ആയിരിക്കും. ക്യാറ്റ് ഈസ് എ ഹാർണിവേഴ്സ്. നമുക്ക് വേണമെങ്കിൽ കാർണിവേഴ്സ് എന്ന് എഴുതാം. ഗോട്ടോ അത് എന്തായിരിക്കും? ഹെർബിവേഴ്സസ് ആണ്, സസ്യബുക്കുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രത്യേകതകൾ നമുക്ക് വേണമെങ്കിൽ ആ ടേബിളിൽ എഴുതാം. ഓക്കെ, ഫൈൻഡ് ദ സീ ക്രീച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ഗിവൺ, റൈറ്റ് ദർ നെയിംസ്. അവിടെ കുറേ സീ ക്രീച്ചേഴ്സ് നിങ്ങളുടെ പിക്ചറിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി, തേർഡ് ആക്ടിവിറ്റി, ഇൻ വിച്ച് കാറ്റഗറി ഡസ് ഡക്ക് ബിലോങ് ടു അക്കോർഡിംഗ് ഇറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഏത് കാറ്റഗറിയിലായിരിക്കാം നമ്മുടെ ഡക്ക് വരിക? ഏത് കാറ്റഗറിയിലായിരിക്കും? അപ്പോൾ കൂടുതലും ഈ പറയുന്ന പോലെ ഫിഷൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ അതൊരു മിക്സ് ആയിട്ടുള്ള ജീവിയാണെന്ന് വേണേൽ പറയാം, അല്ലേ? അപ്പോൾ അതൊരു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ്, മീനിനെയും അങ്ങനെ ചെറിയ പായലൊക്കെ കഴിച്ച് ജീവിക്കുന്ന ജീവിയാണ്, അല്ലേ? ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവർ ലൈക്ക് എൻ ഈഗിൾ, വിച്ച് ബോഡി ഫീച്ചേഴ്സ് വിൽ ഇറ്റ് ഹാവ്? ഡ്രോ ആൻഡ് ആഡ് ദം. അപ്പം ഇത് നിങ്ങളോട് ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, ഇത് ഈഗിളിനെ പോലെ ഒരു കാർണിവർ ആണെങ്കിൽ, അതൊരു സസ്യബുക്കല്ല, അതൊരു മാംസ ബുക്കാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് വരിക? ഇപ്പോൾ ഒരു നോർമൽ അതിന് ജീവിക്കേണ്ട അതായ ഫീച്ചേഴ്സാണ് നമ്മുടെ ഡക്കിൻ്റെ ഫീച്ചേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഈഗിളിനെ പോലെ ഒരു കാർണിവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ബോഡിയിലുള്ള ചേഞ്ചസ് അത് ജസ്റ്റ് കുട്ടികളുടെ ഇമാജിനേഷനിൽ വരയ്ക്കാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ള എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബട്ടർഫ്ലൈയുടെ ഒക്കെ ആൽബംസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഫസ്റ്റത്തെ ആൽബം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്താണ്? അതൊരു ഒബ്സർവേഷനാണ്. അതായത് നമ്മൾ ഏതൊക്കെ വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ, റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് ക്രീച്ചേഴ്സ് യു ഐഡൻറ്റിഫൈഡ്, പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ
എനി 2 ഓഫ് സച്ച് ക്രീച്ചേഴ്സ്. അപ്പം ഇത് അവിടെയുള്ള ഏതെങ്കിലും 2 ക്രീച്ചേഴ്സിനെ കുറിച്ചൊരു ഒബ്സർവേഷൻ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫീൽഡ് ട്രിപ്പ് പോലെ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ട്രിപ്പ് പോയി അവിടെ നിന്നുള്ള ഒരു നോട്ട്, ഒരു ആനിമൽസിനെ കുറിച്ചുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.